ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പുകാല ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. അല്പസമയം ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം പ്രതിഫലം. അതിനാധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം കൊലോസ്യർ 3 18 മുതൽ 25 വരെ. കുറിവാക്യം കൊലോസ്യർ 3 24 അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. പ്രതിഫലം ഒരുക്കുന്നത് ദൈവമാണ്. നാം ഈ ലോകത്ത് എന്ത് കാര്യം ചെയ്താലും അതിനൊരു പ്രതിഫലം നാം പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്നെയും തിരിച്ചു സഹായിക്കുക, അല്ലെങ്കിൽ സ്നേഹം കാണിക്കുക, അതുമല്ലെങ്കിൽ അവരുടെ സാന്നിധ്യമെങ്കിലും എനിക്ക് ലഭിക്കുക എന്നൊക്കെ നാം മാനുഷികമായി ചിന്തിക്കാറുണ്ട്. എന്നാൽ ഈ വചനത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ അംഗീകാരമല്ല, ദൈവത്തിൻ്റെ പ്രതിഫലമാണ് നാം കാത്തിരിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും ക്രിസ്തുവിൽ ചെയ്യുന്നുവെങ്കിൽ കർത്താവ് നമുക്ക് പ്രതിഫലം ഒരുക്കും. മനുഷ്യരിൽ നിന്ന് തന്നെ നാം പ്രതിഫലം മോഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം നമുക്ക് നഷ്ടമായി പോകുന്നു. അതുകൊണ്ട് നാം കർത്താവിൻ്റെ പ്രതിഫലത്തിനായി കാംക്ഷിക്കുക, അതിനുവേണ്ടി നാം ആഗ്രഹിക്കുക. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതിന് ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.